കാര്യങ്ങൾ നീങ്ങിയിരിക്കുക. ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്നിട്ടുള്ള അശ്ലീല പ്രചരണം അത് UDFന്റെ തന്നെ പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ്. മോർഫ് ചെയ്ത ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത വീഡിയോകളും ഉൾപ്പെടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ച UDFന്റെ അശ്ലീല സംഘത്തെ വലിയ രീതിയിൽ വാനോളം പുകഴ്ത്താനാണ് VD സതീശനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഈ അക്രമത്തോട് ജനങ്ങൾ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല. ജനങ്ങൾ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഇത്തരം അശ്ലീല പ്രചാരവേലകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പരിപാടിക്ക് താഴെ ഇന്നലെയും മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്ന നിലയിലുള്ള കമന്റുകളുടെ പ്രളയമാണ് കാണുന്നത്. ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ വരെ ഈ അശ്ലീല കൂട്ടത്തിലുണ്ട്. ഇതിന് ശക്തമായ മറുപടി കേരളം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അശ്ലീലം കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലം ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വേണ്ട. മത്സരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് KK ശൈലജ ടീച്ചറായിരിക്കും എന്ന കാര്യവും ഞാനിവിടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്.